ഈ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പ് വഴക്കാണ്. ഇപ്പോൾ അത് കൂടുതൽ വന്നിരിക്കുകയാണ്. കാരണം അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്നൊരു പ്രതീക്ഷയുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കുമോ ഈ തമ്മിൽ തല്ലെല്ലാം? അതിന് ഒരു കാരണമുണ്ട് കേട്ടോ. ഈ എത്ര തമ്മിൽ തല്ലിയാലും ഇവർ ചില സമയത്ത് ഇവർക്ക് അനുകൂലമായിട്ടല്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. കോൺഗ്രസ്സിൽ ഏത് കാലത്തുണ്ട് ഒരു തമ്മിൽ തല്ലില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്? എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ട്. പിന്നെ വിമതര് രംഗത്ത് വരുന്നുണ്ട്, പിന്നെ മാറി ഉള്ള ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കലഹം, ഇതെല്ലാം നടക്കും. ഇപ്പോൾ 2019 തന്നെ 19 സീറ്റല്ലേ ലോക്സഭയിലേക്ക് നേടിയത്. എത്ര കലഹം ഉണ്ടായിരുന്നു. അപ്പോൾ പറയും ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നൊക്കെ ഒരു തരംഗം ഉണ്ടാക്കിയെടുത്തു. അതുമാത്രമല്ല, ഇവർക്ക് കലഹം എത്രയുണ്ടെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ അനുകൂലമായ സാഹചര്യത്തിലേക്ക് മാറാറുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്. ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇവർക്ക് 19 സീറ്റ് ലഭിക്കുകയും ചെയ്തല്ലോ. നേരത്തെ ഉള്ളതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. 19 അല്ല, 18 ഉള്ളൂ. ഒന്ന് CPM-ഉം ഒന്ന് തൃശ്ശൂരിൽ നിന്ന് BJP-യുമാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യം മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള വടംവലിയും അതിനു വേണ്ടി വേഷം കെട്ടി രംഗത്ത് വന്ന് നിൽക്കുകയാണ്. ഇവർക്ക് താൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ്സിനകത്ത് ഉള്ളത്. അത് നമ്മൾ തമാശയ്ക്ക് അല്ലെങ്കിൽ എങ്ങനെ ഒക്കെ പറയാറുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ശത്രു ആരാണെന്ന് കോൺഗ്രസ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യവുമാണ്. അപ്പം ഇവരെയൊക്കെ വേഷം കെട്ടിച്ച് ഇറക്കിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ അവിടെ മുകളിലുണ്ട്, ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ KC വേണുഗോപാലാണ്. ഈ രണ്ട് ആടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് അതിൻ്റെ ചോര കുടിക്കുന്ന കുറുക്കനാണ് ഇത്. ഈ KC വേണുഗോപാലിൻ്റെ സ്വഭാവം അതാണ്. ഇവർ കലഹമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാകണം. VD സതീശന് ഒരു മന്ത്രി പോലും ആയിട്ടില്ലാത്ത ആളാണ് എന്ന് വിചാരിച്ച് നേരെ മുഖ്യമന്ത്രി ആയിക്കൂടുന്നില്ല. ഇപ്പോൾ VS അച്യുതാനന്ദൻ എങ്ങനെയായിരുന്നു വന്നത്, അതുപോലെ VD സതീശനും ശരി മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ തന്നെയാണ്. പക്ഷേ VD സതീശൻ ഒരു MLA ഒക്കെ ആയിരിക്കുന്ന സമയത്ത് തന്നെ മന്ത്രിയായിട്ടുള്ള ആളായിരുന്നു KC വേണുഗോപാൽ. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് വെറുതെ ഒരു MLA ആയിട്ടൊന്നും അല്ല ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് എന്ന് വെച്ചാൽ 26-ലെ തെരഞ്ഞെടുപ്പിലൊന്നും അദ്ദേഹം മത്സരിക്കില്ല. ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിയൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് വിജയം കോൺഗ്രസിന് അനുകൂലമായി മാറുമ്പോൾ, UDF-ന് അനുകൂലമായിട്ട് മാറുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പൊതിര തല്ല് നടക്കും. ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ആ തല്ല് മൂർധന്യത്തിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധി ഈ സാധനത്തെ ഇങ്ങോട്ട് കെട്ടിയിറക്കും. അത് KC വേണുഗോപാലായിരിക്കും. ഈ രാഹുൽ ഗാന്ധിയെ എതിർത്ത് പറയാൻ ആരും ഇതുവരെ തയ്യാറാകത്തില്ലെന്നുള്ളതാണ് സത്യം. ഈ രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചിരിക്കുന്ന ആളാണ് KC വേണുഗോപാൽ. സോണിയാഗാന്ധിയുടെ അടുക്കളയ്ക്കകത്ത് വലിയ സ്വാതന്ത്ര്യമുള്ള ആളാണ്. അല്ല, KC വേണുഗോപാലിൻ്റെ കാര്യം പറയുമ്പോഴും ഈ NSS, SNDP, മുസ്ലിം ലീഗും മറ്റ് ക്രൈസ്തവ സംഘടനകളെല്ലാവരും രമേശ് ചെന്നിത്തല എന്നൊരു നേതാവിന് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നുണ്ടല്ലോ. ഉണ്ട്. പക്ഷേ അവസാനം രാഹുൽ ഗാന്ധി പറയും, ഈ രാഹുൽ ഗാന്ധി ആരും എതിർത്ത് പറയത്തില്ലെന്നേ. അതല്ലേ ഇപ്പൊ ലീഗ് അവിടെ ഒന്നും ഇടപെടത്തില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും പിന്നീട് ആ പാർട്ടിയിൽ നിന്നിട്ടുണ്ടോ? എല്ലാത്തിനെയും വെട്ടിയറിഞ്ഞിട്ടില്ലേ? രാഹുൽ ഗാന്ധി നമ്മൾ ഈ പപ്പു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമെങ്കിലൊന്നുണ്ടല്ലോ, ഈ തനിക്ക് മീതെ വളരാൻ ആരെയും അനുവദിക്കാത്ത ആളാണ് രാഹുൽ ഗാന്ധി. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി പോക്കാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരാരും തന്നെ കേന്ദ്ര നേതൃത്വത്തെ ഈ വിവരം തൻ്റെ അടുത്തോടുകൂടി ഇന്ന് പറയത്തില്ല. കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസത്തിൽ നിൽക്കുന്നത് കോൺഗ്രസ്. ഡൽഹിയിലെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഡൽഹിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയും BJP-യും തമ്മിലുള്ള മത്സരമാണ്. അവിടെ കോൺഗ്രസ് ഒന്നുമില്ല. കോൺഗ്രസിനെ തൂത്തുവാരി എറിഞ്ഞില്ലേ
കോൺഗ്രസ് ഇപ്പോൾ ഒന്ന് ജയിച്ചു കയറണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സഖ്യകക്ഷികളുടെ കൂട്ടുകെട്ട് അന്വേഷിച്ച് നടക്കുന്നവരാണ്, അല്ലാതെ ഇവരെ കൊണ്ട് ഇനിയിപ്പോൾ പറ്റത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ കെ.സി. വേണുഗോപാലിനറിയാം ഇനി കേന്ദ്രം ഭരിക്കാൻ തൽക്കാലം കോൺഗ്രസ് നടക്കത്തില്ല, കോൺഗ്രസിന് പിടികിട്ടത്തില്ല എന്ന് നന്നായിട്ട് കെ.സി. വേണുഗോപാലിനറിയാം. അതുകൊണ്ട് കെ.സി. വേണുഗോപാൽ ഇനിയുള്ള ശിഷ്ടകാലം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയായിട്ടെങ്കിലും അറിയപ്പെടണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. കെ.സി. വേണുഗോപാലിന് കേന്ദ്രത്തിൽ വലിയ ഇടപെടലല്ലേ ഉള്ളത്. പിന്നെ കെ.സി. വേണുഗോപാൽ പറയുന്നതിനനുസരിച്ച് മാത്രമേ രാഹുൽ ഗാന്ധി ചലിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കെ.സി. വേണുഗോപാലിനെ ഇവർക്കാർക്കെങ്കിലും തൊടാൻ കഴിയുമോ? അപ്പം ഇവിടെ ഇവർ കുറേ എണ്ണം ചെന്നിത്തല നായരും വി.ഡി. സതീശനും ഒക്കെ മുഖ്യമന്ത്രി വേഷം കെട്ടി നിന്ന് ആടുകയാണ്. ആടട്ടെ, രണ്ട് മുട്ടാനകൾ തമ്മിൽ നിന്ന് മുട്ടാടുകൾ തമ്മിൽ നിന്ന് ഇടി കൂടട്ടെ, ഇടി കൂടുമ്പോൾ എനിക്ക് രക്തം കുടിക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന തന്ത്രശാലിയായ കുറുക്കൻ്റെ സ്വഭാവമാണ് കെ.സി. വേണുഗോപാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി തീർച്ചപ്പെടുത്തും അവസാനം ആരെങ്ങോട്ടേക്ക് ഇറങ്ങണമെന്നുള്ളത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ശശി തരൂരിനെ പോലുള്ള ഒരാളൊന്നും രാഹുൽ ഗാന്ധി അനുസരിച്ച് നിൽക്കുന്ന ആളൊന്നും അല്ല. അതുകൊണ്ടാണല്ലോ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ അതിശക്തമായ മത്സരം നടന്നതും ശശി തരൂരിനെ തോൽപ്പിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തിയത് എന്തുകൊണ്ട് തന്നെയാണ്. തരൂരൊക്കെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനായിട്ട് നിൽക്കുമോ? ഈ മല്ലികാർജുൻ ഖാർഗെ എന്നൊക്കെ പറയുന്നത് വെറും ഒരു ബൊമ്മ മാത്രമാണെന്നേ. അത് വെറും സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനാണ്. എന്ത് ചെയ്യണം? സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരൻ എന്ന് പറഞ്ഞാൽ കുശിനിക്കാരനാണ്. ആ തരത്തിലുള്ള ആളിനെയാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് അവരത് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നു. ഇപ്പം ശശി തരൂരിനെ പോലുള്ള ഒരാളെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം സീറ്റ് കൂട്ടാമായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കാനായിട്ട് UDF ശ്രമിക്കുന്നു. UDF അധികാരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശശി തരൂരിനെ ഇവർ മുഖ്യമന്ത്രി പദത്തിൽ ഇറക്കുമോ? രാഹുൽ ഗാന്ധി പറയുമോ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരൂ എന്ന്? ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പോലുള്ള ഒരു അക്കാദമിക നിലവാരമുള്ള ഒരാൾ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ കോൺഗ്രസ്സുകാരെ അംഗീകരിക്കാൻ തയ്യാറാകത്തില്ല. 2009 തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ പോലും കോൺഗ്രസ്സുകാർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും എങ്ങനെ വിജയിച്ചു എന്നൊക്കെ ഉള്ളത് നമുക്ക് അന്തർനാടകങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. വലിയ ഭൂരിപക്ഷവും ഒന്നും ഉണ്ടായിട്ടുമില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയത്തോടടുത്തതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള തരൂരിനെ ഒന്നും തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവർ പരിഗണിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ കേരളത്തിലെ കലഹം തീർക്കണം, കോൺഗ്രസിൻ്റെ കലഹം തീർക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കലഹം രൂക്ഷമാകും, അത് മാറ്റമില്ലാത്ത കാര്യമാണ്. അങ്ങനെ രൂക്ഷമാകുന്ന സ്ഥിതിക്ക് ഈ കലഹം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ കെ.സി. വേണുഗോപാൽ പറയണം, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കലഹം അവസാനിക്കും എന്നുള്ളതാണ്. കെ.സി. വേണുഗോപാലിനെ ഇറക്കും, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധി അല്ലേ തീർച്ചപ്പെടുത്തുന്നത്. അപ്പോൾ ആരാണ് കോൺഗ്രസിൽ കലഹം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഏവർക്കും വ്യക്തമായല്ലോ.